ഖുർആൻ നാം പഠിക്കാൻ ശ്രമിക്കുക. ആ ഖുർആൻ പഠിച്ച ആളുകളാകുന്നു ദുനിയാവിലെ ഏറ്റവും ഖൈറായ ആളുകൾ. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് നൽകുകയാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങൾ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും നൽകുന്ന ആളാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ധാരാളം സമ്പത്തിലല്ല കാര്യം, ധാരാളം ആളുകൾ പൊക്കിപ്പറയുന്നതിലല്ല കാര്യം, മറിച്ച് മസ്ജിദുകളിൽ നിന്ന് അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ പാരായണം ചെയ്ത് അത് പഠിച്ച് ജീവിതത്തിലേക്ക് പകർത്തി ജീവിക്കുന്നതിലാകുന്നു സഹോദരങ്ങളെ കാര്യം. നമുക്കറിയാം, ഓരോ ആയത്തും പഠിക്കുന്നതിനനുസരിച്ച് അള്ളാഹു നാളെ പരലോകത്ത് ഓരോ പദവിയും നമുക്ക് കൂട്ടുന്നതാണ്. അള്ളാഹു നാളെ ഖിയാമത്ത് നാളിൽ നമ്മോട് പറയും, ഇഖ്റ വർതഖി ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. നീ ഖുർആൻ പാരായണം ചെയ്യുക, നിന്റെ ഓരോ പദവികളും നീ ഉയർന്നുകൊണ്ടിരിക്കുക. ഫഇന്ന മൻസിലതക, നിന്റെ ഭവനം എവിടെയാണ്? ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, നീ എവിടെയാണോ ഖുർആൻ പാരായണം ചെയ്ത് നിർത്തുന്നത് അവിടെയാകും നിന്റെ ഭവനം. സഹോദരങ്ങളെ, ഏറ്റവും ഖുർആൻ പാരായണം ചെയ്യാതെ, ഖുർആൻ ഹിഫ്ള് ചെയ്യാതെ, ഖുർആനുമായി ഒരു ബന്ധവുമില്ലാതെ മരണപ്പെടുകയാണെങ്കിൽ ഞാനും നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഖുർആനും കൊണ്ട് മുന്നേറിയ ആളുകൾ അവർ ഏത് ദർജയിലായിരിക്കും, ഏത് പദവിയിലായിരിക്കും എന്നൊരു കാര്യം നാം ചിന്തിക്കുക.